എപ്പോഴും ഏറ്റവും നല്ല അഭിനേതാവിന് മാത്രമേ ജീവിതത്തിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലാണേലും സിനിമയിലാണേലും എവിടെയാണേലും അവന് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സത്യം പറയണം എന്ന് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ കള്ളം പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും കാര്യമുണ്ട് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് നമ്മുടെ പ്രവീൺ. എനിക്കും ആ അഭിപ്രായം ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രവീൺ പറഞ്ഞു. അതിൽ ജീവിതത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യഥാർത്ഥമല്ല അല്ലേ? ജീവിതത്തിൽ പല ഏരിയകളിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ ദാമ്പത്യം ആയിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, ഓരോ ഏരിയയിൽ നമ്മൾ അഭിനയിക്കുന്നതിനുള്ള കുറേ കാര്യങ്ങൾ പ്രവീൺ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞെന്നാൽ എൻ്റെ കൂട്ടുകാരും കൂടെ അത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രവീണിനോട് ചോദിക്കട്ടെ, എന്താ പ്രവീൺ അങ്ങനെ പറയാൻ കാരണം? അതിനകത്ത് ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ കള്ളത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ വേദനിപ്പിക്കാത്ത കള്ളം പലപ്പോഴും ഒരുപാട് സന്തോഷവും സമാധാനവും തരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനത്തെ കള്ളങ്ങൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റൊരാളെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു കള്ളം, അതിന് ഇംഗ്ലീഷിൽ വൈറ്റ് ലൈ എന്നാണ്. അതായത് ഇപ്പം നിങ്ങൾ ഒരുങ്ങി മുമ്പിൽ വരുമ്പോൾ ഞാൻ സത്യത്തിൽ നിങ്ങളെ അന്നേരം കാണാനൊരു ഭംഗിയില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ഷർട്ടിന് വേറെ ഷർട്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വന്നായിരുന്നു, എന്നാലും സൂപ്പറാണെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ആ കള്ളം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി എത്ര വലുതാണ്. എനിക്കാണെങ്കിൽ ഒരു നഷ്ടവുമില്ല, ആർക്കും ഈ ഭൂമിയിൽ ആർക്കും അതുകൊണ്ടൊരു നഷ്ടമില്ല. മറിച്ച് നിങ്ങൾക്ക് അതുകൊണ്ടൊരു നേട്ടവും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളത് സന്തോഷകരമായിട്ട് കേട്ടു, നിങ്ങൾ എന്നെ കുറച്ചുകൂടെ മനസ്സിലേക്ക് ഒരു സ്ഥാനത്തേക്ക് അടുപ്പിക്കൂ എന്നുള്ളതാണ് ആ കള്ളം കൊണ്ടുള്ള പ്രയോജനം. പിന്നെ ഞങ്ങളുടെ ഒരു സംസാരത്തിൽ ഈ പറയുന്ന അഭിനയം അല്ലെ കള്ളം ഒക്കെ അതിൽ പലപ്പോഴും ഈ പ്രവീണ് അവൻ്റെ കുടുംബത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അമ്മ, ഭാര്യ, അപ്പോൾ ഇങ്ങനെ അവരെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ പലപ്പോഴായിട്ട് നടത്തുന്ന അഭിനയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. ശരിക്കും ഒന്ന് പറയാം അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് 4 മക്കളാണ്, 2 ആണും 2 പെണ്ണും. ഏറ്റവും മൂത്ത പെണ്ണ്, രണ്ടാമത്തേത് ചേട്ടൻ, മൂന്നാമത്തെ ഞാൻ, എൻ്റെ ഇളയ പെങ്ങള്. അവൾ സ്കൂൾ ടീച്ചറാണ്. മൂത്ത ആൾ ബ്യൂട്ടീഷ്യൻ നടത്തുന്നു, ഒരു ബിസിനസ്സും ഒക്കെ നടത്തുന്നുണ്ട്. ചേട്ടൻ സ്വന്തം സ്ഥാപനവും കാര്യമൊക്കെ നടത്തുന്നുണ്ട്. ഈ ഞങ്ങൾ 4 പേരിൽ അമ്മയുടെയൊക്കെ വഴക്കിടാത്തതും അമ്മയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്നെക്കാളും ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നതൊക്കെ മറ്റവർ 3 പേരായിരിക്കും. പക്ഷേ എന്നോടുള്ള ഇഷ്ടം അമ്മയ്ക്ക് മറ്റവരോട് 3 പേരോടും ഇല്ല. അഭിനയമാണ് അതിനെ 100%. ഞാൻ അമ്മയുടെ ഏറ്റവും നല്ലപോലെ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. പാവം അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ അഭിനയം ഇഷ്ടമായിരിക്കാം. എന്തോ ഞാൻ അവിടെ മിടുക്കനാവാറുണ്ട്. ആ മിടുക്കത്തിൻ്റെ ഞാൻ ഓടിച്ചെന്നു, ഒന്ന് കെട്ടിപ്പിടിച്ചു, ഒരു ഉമ്മ കൊടുത്തു, ഒന്ന് തട്ടി പുറത്ത് തട്ടി, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷം വലിയൊരു സന്തോഷം. മറ്റവരാണെങ്കിൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നവരാണ് എല്ലാം. സത്യത്തിൽ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത് എഫക്റ്റീവേ അല്ല. പക്ഷേ അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്ന ആ കാര്യങ്ങളിലാണ് മറ്റവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടവും. എന്നെ ഒരു 5 മിനിറ്റ് കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. ഇതിപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് പലപ്പോഴും നമ്മുടെ കൂടെ അനുഭവമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അമ്മക്ക് ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ഛന് ചെയ്തു കൊടുത്തു, പക്ഷെ എന്നോടല്ല സ്നേഹം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ സത്യത്തിന് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനാണോ വില, അല്ലെങ്കിൽ അഭിനയത്തിനാണോ വില എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അവര് കൊടുക്കുന്ന പൈസയും, അമ്മയ്ക്ക് പൈസയുടെ ആവശ്യങ്ങളൊന്നും ഇല്ല, നമ്മളെല്ലാവരും സാധിച്ചു കൊടുക്കുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. എൻ്റെ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്തൊന്നും ചേരുവകയില്ല, അഭിനയമില്ല. പക്ഷേ അവർ ചെയ്യുന്ന അത്രയും ഞാൻ ചെയ്യുന്നില്ല സത്യത്തിൽ. പക്ഷേ എന്നോടുള്ള ഇഷ്ടം അമ്മയ്ക്ക് അവരോട് ഇല്ല. സ്നേഹമല്ല, സ്നേഹം ഞങ്ങളോട് 4 പേരോടും ഉണ്ട്. ഈ കണ്ണാണോ വലുത്, ഈ കണ്ണാണോ വലുതെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് 4 പേരെയും പ്രസവിച്ചത്, ആ 4 പേരോടും ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഡീപ്നെസ്. പക്ഷെ എന്നോടുള്ള ഇഷ്ടം, അരുമത്വം, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ വരുന്നതും കൊഞ്ചുന്നതും, അതെൻ്റെ അഭിനയത്തിൻ്റെ വിജയമെന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ ഭാര്യ, ഞാനൊരു ഷർട്ട് എടുക്കുന്നത്, ഞാൻ എടുക്കാൻ വിചാരിച്ച ഷർട്ടേ ഞാൻ എടുക്കും, എനിക്കറിയാം. പക്ഷെ ഞാനത് അവളെ കൊണ്ട് പറഞ്ഞെത്തിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിനയത്തിന്റെ കഴിവ്. പറഞ്ഞു വരുമ്പോ അവളെടുത്ത ഷർട്ടാന്ന് തോന്നും. അതിലുപരി അവള് പറയുന്ന എൻ്റെ സുധി ഒരു ഷർട്ട് എടുക്കാൻ പോലും ഞാൻ പറയുന്ന ഷർട്ടേ എടുക്കത്തുള്ളൂ എന്ന് അവൾക്ക് കുറച്ച് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ എത്തിച്ചത് എനിക്ക് തോന്നുന്നത് അഭിനയമാണ്. പിന്നെ സാറിപ്പോൾ പറയുന്നു സാർ അഭിനയിക്കുന്നില്ലെന്ന്. സാർ ഒരു മരിച്ച വീട്ടിൽ ചെല്ലുന്നു, ആ കോമഡി കേട്ട് ചിരിക്കുന്ന പോലെ ചിരിക്കുമോ? വീട്ടിൽ പറ്റൂ?
ഇല്ലല്ലോ. പിന്നെ സാർ എത്ര അതിശോക്തിയില്ല അവരോട് ചോദിക്കുന്നത്, എന്താ പറ്റി ഉപ്പയ്ക്ക് ഇന്നലെ എന്തായിരുന്നു? അത് അഭിനയമല്ലയോ സത്യത്തിൽ? തീർച്ചയായും ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്. അഭിനയിക്കാതെ ഒരു മനുഷ്യനും അഭിനയിക്കാൻ അറിയിക്കാത്തവരെ സമൂഹം ഒറ്റപ്പെടുത്തും. നോക്കി എവിടെ നോക്കിയോ, നല്ലപോലെ അഭിനയിക്കാത്ത എല്ലാവരും സമൂഹത്തിന് വെളിയില്ല. യഥാർത്ഥ ജീവിതത്തിലുള്ള അഭിനയകാരെ കുറിച്ചാണ് പറയുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾക്കൊരു വാണിംഗ് തരാം. ഈ ഇന്റർവ്യൂ നിങ്ങളെ വൈഫ് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ല, അവര് കണ്ടാലും ഞാൻ മുമ്പേ പറഞ്ഞു, എൻ്റെ ഡ്യൂട്ടിയിലും കർത്തവ്യയിലും കടമയിലും ഞാൻ അഭിനയിക്കാറില്ല. അവരെ സംരക്ഷിക്കേണ്ട കാര്യമാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന അതിന് അവിടെ ഒന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഈ എന്താ അതിന് പറയുന്നത്, നമ്മൾ ഷർട്ടിട്ട് ബനിയൻ ഇടുന്നത് നമ്മളെ വിയർപ്പ് ഷർട്ട് ലാഭമായിരിക്കാൻ വേണ്ടി. പക്ഷെ അതിൻ്റെ പുറം മോടിയിലുള്ള ഷർട്ട് നമ്മളിടുമ്പോൾ ഏറ്റവും കളർഫുള്ളായിട്ടിടും. കാര്യം ആളുകൾ കാണണം, അട്രാക്റ്റീവ് ആവണം, തിരിച്ചറിയണമെന്ന്. എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് കിടക്കുന്ന ബനിയൻ നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ ബേസിക് ജെന്യൂനായിട്ട് നമുക്ക് കിട്ടിയ നമ്മുടെ ജീൻസാണത്, നമുക്ക് DNA കിട്ടുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചേരുവകൾ മാത്രം, പൊടിക്കൈകൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥ മനുഷ്യനകത്തുള്ളത് എൻ്റെ 100% സിൻസിയറുമാണ്, ആത്മാർത്ഥതയുള്ളതാണ്. അത് ഞാൻ അവരെ വഞ്ചിച്ചിട്ടില്ല, അതിൽ നിന്ന് അവർക്ക് ബോധ്യമാണ്. അവർ ഈ ഇൻ്റർവ്യൂ കണ്ടാലും അവർ ഏറ്റവും രസകരമായിട്ട് തന്നെ ചിരിക്കത്തുള്ളൂ, അവരെന്നോട് ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ, സത്യമാണ് ശ്രുതി അഭിനയിക്കുകയാണ് എനിക്കറിയാം, പക്ഷെ എനിക്ക് അഭിനയം ഇഷ്ടമാണ്. അഭിനയം ഇഷ്ടമാണ് അവൾ അങ്ങനെ പറഞ്ഞാല് നമ്മളെ സത്യത്തിന്റെ മുകളിൽ ഒരു മേമ്പൊടി അത്രയും. അത് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഒരു ഇന്നലെ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല, ഏതാ വീട്ടില് ഭക്ഷണം വെച്ച് ഭക്ഷണം സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ ആണെങ്കിലും നിങ്ങളുടെ ഭാര്യ കൊണ്ട് തരുന്ന ഭക്ഷണം അത് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ കൊള്ളത്തില്ല എന്ന് പറയുമോ? കൊള്ളത്തില്ല എന്നല്ല പറയുന്നത്. നമ്മളതൊരു നല്ല രീതിയിൽ, സരസമായ രീതിയിൽ കുറച്ച് അഭിനയങ്ങളും കൂടി വിട്ട് അവരെ കൊണ്ട് അത് സമ്മതിപ്പിക്കും. നമുക്കത് സംതൃപ്തരാണെന്ന് അവരെ ബോധിപ്പിക്കുക. അത് അഭിനയമാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഉപ്പ് കൂടിയെങ്കിലും നമ്മളത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ പറയും നല്ലതാണ്, അടിപൊളിയാണ്, ഒരു സൂപ്പർ, നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഞാൻ മേടിക്കും. അപ്പോഴും അവൾ എന്നോട് ചോദിക്കും, ഉപ്പ് കൂടുതലല്ലേ ശ്രുതി എങ്ങനെ ഇത് കഴിക്കുന്നേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് 1-2 അവസരങ്ങൾ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് ഉപ്പിന്റെ പ്രശ്നമല്ല, അതിന്റെ ടേസ്റ്റ് കൊണ്ട് എനിക്ക് ആ ഉപ്പ് അത്രയും പ്രയാസമായിട്ട് തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് സത്യത്തിൽ ഞാൻ പറഞ്ഞ കള്ളവാ. റിയൽ സയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ രസകുമിളകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ രസകുമിളകൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ട് ലൈഫ് മുഴുവൻ എൻ്റെ ഭാര്യയെ വെറുപ്പിച്ച് ഞാൻ ജീവിക്കണോ? ചെറിയൊരു കള്ളം പറഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ കൂടെ സുന്ദരമായിട്ട് സൂപ്പറായിട്ട് പിന്നെയും മുന്നോട്ട് പോകുന്നത് നല്ലതാണോ? അത് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ മനസ്സിലായി അതിനകത്ത് ഉപ്പ് കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾ പറയുന്ന ഈ ഒരു വീട്ടിലെ കാര്യം നമുക്ക് ജോലി സ്ഥലത്തെല്ലാം കൊണ്ടുപോകാൻ എല്ലായിടത്തും അതെ. ജോലി സ്ഥലത്താണേലും മണിയടിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കഴിവാണ് അല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. എൻ്റെ ഒരു മാനേജർ എൻ്റെ കൂടെ ജോലി ചെയ്ത് മാഡത്തിൻ്റെ പേര് പറയാൻ പാടില്ല. മാഡം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, മേക്ക് ആൾവേസ് യുവർ ബോസ് ഹാപ്പി, ദ ബോസ് വിൽ ബി സേവ് യു. സത്യമാണ്. നമ്മുടെ ബോസിനെ നമ്മളെപ്പോഴും സന്തുഷ്ടരാക്കി വെച്ചാൽ ആ ബോസ് നമ്മളെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ ജോലി സ്ഥലത്ത് നിന്ന് സേവ് ചെയ്യുമെന്നാണ് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞത്. അവരൊരു ലേഡിയാണ്, പക്ഷേ അവർ ഒരുപാട് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു നല്ലൊരു ലേഡിയായിരുന്നു. അവരാ പറഞ്ഞത് അന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കാര്യം അന്ന് എനിക്ക് ഇത്രയും നല്ലപോലെ അഭിനയിക്കാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ അറിയാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ അനലൈസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ റിയാലിറ്റിയോടുകൂടി പ്രതികരിക്കുന്നു, നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, ഞാനതങ്ങ് പറയുന്നു, തുറന്നടിച്ച് പറയുന്നു. കഴിവുകേട് മാത്രമല്ല, അവനെ സമൂഹം ഒറ്റപ്പെടുത്തും. ആരും കണ്ടുകൂടാത്ത ഈ എന്താ പറയുന്ന ഒരു പാരസൈറ്റ് ആയിട്ട് വരുന്ന അവൻ ഓടിക്കോന്നും പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ ആളുകൾ ഓടും. മാന്യമായ അഭിനയത്തെ വേണം നമുക്ക് ഡിപ്ലോമസി എന്ന് പറയാം. യെസ്, റൈറ്റ്. എപ്പോഴും ഏറ്റവും നല്ല അഭിനേതാവിന് മാത്രമേ ജീവിതത്തിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലാണേലും സിനിമയിലാണേലും എവിടെയാണേലും അവന് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അഭിനയിക്കാൻ അറിയിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ നോക്കിക്കോ, അയാൾ പിന്തള്ളപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ അയാൾ അതിനുള്ള യോഗ്യതയുള്ള മനുഷ്യനായിരിക്കാം. ഉദാഹരണം ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ അത് ഇഷ്യൂ ആവുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അഭിനയിക്കാൻ അറിയാവുന്നവരെല്ലാവരും മുൻപന്തി വന്നിട്ടുണ്ട്. മന്ത്രിമാരായിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്, എല്ലാവരും ആയിട്ടുണ്ട്. കാര്യം അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാം. അതേപോലെ തന്നെ അഭിനയിക്കാൻ അറിയാവുന്ന ഭർത്താവും, അഭിനയിക്കാൻ അറിയാവുന്ന മകനും, അഭിനയിക്കാൻ അറിയാവുന്ന അച്ഛനും ഏറ്റവും നല്ല അച്ഛനായിരിക്കും, ഏറ്റവും നല്ല ഭർത്താവായിരിക്കും, ഏറ്റവും നല്ല മകനുമായിരിക്കും. അയ്യോ, കേട്ടില്ലേ? അപ്പോൾ പിന്നെ ജീവിതത്തിൽ നമ്മൾ നല്ലവരായിരിക്കണം എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അതോടൊപ്പം
ഒരു അഭിനയത്തിൻ്റെ ഒരു മേമ്പൊടി. അത് ഒന്നുകൂടി അതിനെ കളർഫുൾ ആക്കും അല്ലേ? ഉറപ്പായിട്ടും. അപ്പം വളരെ നമ്മുടെ സാധാരണക്കാർ കടന്നു പോകുന്ന അവസ്ഥകളിലൂടെയാണ് പ്രവീൺ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പ്രവീണിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. പ്രവീണ് കുറച്ച് കാലമായിട്ട് എൻ്റെ സുഹൃത്താണ്. അപ്പം ഇവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 17 വർഷത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും അവിടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ കുറേ കാലം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു കമ്പനിയുടെ മാനേജറാണ്. എന്തായാലും നല്ല രസകരമായ ഒരു ഒബ്സർവേഷനാണ്. താങ്ക് യു. ഓക്കെ, ബൈ.